സംശയലേശമന്യേ കുറ്റവാളിയാണെന്ന് തെളിയിച്ചാൽ യഥാർത്ഥത്തിൽ ആ മതം നൽകുന്ന ശിക്ഷയുണ്ടല്ലോ, കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്ന അതേ ശിക്ഷയാണ് അവന് നൽകേണ്ടത്. അല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തിൽ ലഭിക്കുന്ന ശിക്ഷയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താമാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളിലൊന്നാണ് ആലപ്പുഴക്കാരിയായ സാവരിയ ബസന്ത് എന്ന് പറയുന്ന ഒരു മകളെ സദറുല്ലനം എന്ന് പറയുന്ന മറ്റൊരു സഹപാഠി ലാപ്ടോപ്പിന് അടിച്ചു കൊന്നു. ആ അടിച്ചു കൊല്ലുന്നതിനിടയിൽ മതം മാറ്റത്തിന് ഒരുപാട് നിർബന്ധിച്ചു. മതമാറ്റം ആരോപിച്ചാണ് അടിച്ചു കൊന്നത് എന്നാണ് പറയുന്നത്. ഒരു കാര്യം ആമുഖമായി പറയട്ടെ, ഏതൊരു മതത്തിന്റെ പേരിലാണോ ഇപ്പോൾ ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം കൈവന്നിട്ടുള്ളത്, അങ്ങനെ കുറ്റക്കാരനാണ് അവനെങ്കിൽ സംശയലേശമന്യേ കുറ്റവാളിയാണെന്ന് തെളിയിച്ചാൽ യഥാർത്ഥത്തിൽ ആ മതം നൽകുന്ന ശിക്ഷയുണ്ടല്ലോ, കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്ന അതേ ശിക്ഷയാണ് അവന് നൽകേണ്ടത്. അല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തിൽ ലഭിക്കുന്ന ശിക്ഷയല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അത് പറയുമ്പോൾ അതിന്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ചും കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ ചില ബോധ്യങ്ങൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്നലെ തന്നെ മറ്റൊരു വാർത്ത വന്നിരുന്നു. രാജസ്ഥാനിൽ ഒരു മകൾ അച്ഛന്റെ ജോലി കിട്ടാൻ വേണ്ടി അമ്മയ്ക്ക് വിഷം കൊടുത്തു കൊന്നു. 45 വയസ്സേയുള്ള അമ്മയ്ക്ക്. വല്യച്ഛൻ അടക്കമുള്ളവരാണ് പ്രതികൾ. അച്ഛന്റെ ജോലി കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. കുറ്റകൃത്യങ്ങൾക്ക് മതം നൽകാൻ പാടില്ല. അങ്ങനെ മതം ആരോപിച്ചാൽ ഇതിലും മതമുണ്ടാവും, അതിലും മതമുണ്ടാവും, ഓരോ കുറ്റകൃത്യങ്ങൾക്കും മതമുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ അന്യരാജ്യങ്ങളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് അയക്കുമ്പോൾ ഒരുമാതിരി അറിയാവുന്നവർക്കെല്ലാം അറിയാം അവിടുത്തെ സ്വാതന്ത്ര്യം, അവിടുത്തെ ജീവിത രീതി, അവിടെ കഴിഞ്ഞു പോകുന്ന സംഗതികൾ, ഇങ്ങനെ അടക്കം ഒത്തിരി കാര്യങ്ങൾ വീട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. അത് ഈ പറഞ്ഞ ജാതിയും മതവും ഏതാണെങ്കിലും എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് പേരുടെ മോഹങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന്, അല്ലെങ്കിൽ ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി മക്കളെ അവിടേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ വാങ്ങാൻ കാശ് തികയുമില്ല. അവിടെ പിന്നെ ഇതൊന്നും പ്രശ്നമല്ല. ഇത് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അവിടെ നിന്ന് ലഭിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങളനുസരിച്ച് പലരും ആരുടെയൊക്കെയോ കൂടെ ഒരുമിച്ചങ്ങ് ജീവിക്കുകയാണ്. ഹോസ്റ്റലുകളിൽ, ലോഡ്ജുകളിൽ, ഫ്ളാറ്റുകളിൽ, അപ്പാർട്ട്മെന്റുകളിൽ ഒക്കെയൊക്കെ. അല്ലാത്തവരും ഉണ്ട്. എല്ലാവർക്കും ഒരു ആശ്വാസം ഈ അല്ലാത്തവരുമുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ്. നമ്മുടെ മക്കൾ ആ അല്ലാത്തവരിലാണ് എന്ന് സൗകര്യപൂർവ്വം നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുകയാണ്. ആയിക്കൊള്ളട്ടെ. അപ്പൊ അത് ആ വിഷയത്തിന്റെ ഒന്നാമത്തെ ഒരു യാഥാർത്ഥ്യം രക്ഷകർത്താക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. രണ്ടാമതായി, ഈ മതം എന്ന് പറയുന്നത് പ്രണയിക്കുമ്പോൾ പ്രണയിക്കുന്നവനും ബുദ്ധിമുട്ടില്ല, പ്രണയിക്കപ്പെടുന്നവൾക്കും ബുദ്ധിമുട്ടില്ല. അവർ തമ്മിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്നും അവർക്ക് രണ്ടുപേർക്കും ദൈവത്തിനും മാത്രമേ അറിയൂ. രണ്ടുപേരുടെയും രക്ഷകർത്താക്കൾക്ക് പോലും അറിയില്ല. ഇപ്പൊ ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവിടെ വെച്ച് തന്നെ മതം മാറ്റി എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മതം മാറ്റ വിഷയം വരുന്നത് കല്യാണത്തിന്റെ സമയത്താണ്. അത് ചില സാമൂഹ്യ വിരുദ്ധർ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുമ്പം അവിടെ പേര് തങ്കമണിയോ അല്ലെങ്കിൽ ചെല്ലമ്മയോ ആവുന്നതിന് ഈ പട്ടിക്കൊരു വിഷമവും ഇല്ല. അവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനം കെട്ടാറാവുമ്പോൾ വീട്ടുകാർക്ക് അത് വേണം, വീട്ടുകാർക്ക് മതത്തിലോട്ട് വരണം, വീട്ടുകാർക്ക് അങ്ങോട്ട് വേണം. അങ്ങനെയാണെങ്കിൽ അവൻ ഉമ്മയുടെയും വാപ്പയുടെയും പെർമിഷൻ എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഒരു പെണ്ണിനെ പ്രേമിക്കാൻ. അപ്പൊ ചില ഉമ്മമാർക്കും വാപ്പമാർക്കുമോ എന്നാ മോൻ ഇത്രയും നാള് പോയി നടത്തിയത് ഇത്രയും ഖുർആനിലും ഹദീസിലും ഒന്നും ഉള്ളതല്ലല്ലോ. പക്ഷെ ഇത് കഴിക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവളെ നിർബന്ധിച്ചുണ്ടാക്കിയേ പറ്റൂ എന്ന് പറയുന്ന ചില മനോരോഗങ്ങളും അതിനിടയിലുണ്ട്. ഇതൊക്കെ ആലോചിക്കേണ്ടത് തുടങ്ങുന്നതിന് മുമ്പാണ്. പക്ഷെ ഇവിടെ എന്തിനാണ് ഈ മതം മാറ്റം എന്ന് പറയുന്ന ഒരു വിഷയം? അവിടെ പഠിക്കാൻ പോയതാണ്, അവിടെ ഉള്ളത് പരീക്ഷയാണ്, ക്ലാസ്സാണ്. നാളെ ഇത് പഠിച്ചു വന്നു കഴിയുമ്പോഴാണ് ഈ മതം മാറ്റവും ബാക്കിയുള്ളതും ഒക്കെ വരുന്നത്. പഠിക്കാൻ പോകുന്നവർ തമ്മിൽ അവിടെ എന്ത് മതം മാറാനാണെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഇതിൽ മനസ്സിലാവാത്തൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ഇതിലോട്ടൊക്കെ മതത്തിന്റെ താല്പര്യങ്ങളെ കൊണ്ടുവന്ന് ഇത് വഷളാക്കുന്നത്, ഇപ്പൊ ഒരു കുട്ടി മരിച്ച മാതാപിതാക്കളുടെ ദുഃഖമാണ് നമ്മുടെ ദുഃഖമെങ്കിൽ ഈ മതം കൊണ്ടുവന്ന് ഇതൊരു വേറൊരു തരത്തിലേക്ക് ഒരു വിഷയമാക്കി മാറ്റി ഒരു 10-100 ആളുകൾ ഒരുമിച്ച് കൂട്ടക്കൊല ചെയ്യേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം ഒരു സ്ഥലത്തുണ്ടാക്കി
1 നഷ്ടപ്പെട്ട ദുഃഖത്തിൽ 100 നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അതുകൊണ്ട് ഇപ്പോ ഗ്രീഷ്മ കഷായം കൊടുത്ത് വേറൊരുത്തനെ കൊന്നാലും, യവൻ ലാപ്ടോപ്പ് എടുത്തടിച്ച് വേറൊരു മകളെ കൊന്നാലും, അല്ലെങ്കിൽ വേറൊരുത്തൻ വേറൊരു ക്രൂരകൃത്യം ചെയ്താലും അതിനെയൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ ക്രൂരകൃത്യത്തിന്റെ പരിപ്രേക്ഷ്യത്തിലായിരിക്കണം. യവന് പിന്തുണ കൊടുക്കാനോ യവനെ അല്ലെങ്കിൽ വേറൊരു തരത്തിലേക്ക് അതിലേക്ക് മതം കൊണ്ടുവന്ന് രണ്ടുപേർ തമ്മിൽ അവരുടെ ഇഷ്ടത്തിന് ഏതോ രാജ്യത്ത് പോയി അവരവരുടെ രക്ഷകർത്താക്കളൊന്നും സാമൂഹ്യ സന്നദ്ധ സേവനത്തിന് അയച്ചതല്ലല്ലോ. അവിടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അവരുടെ മക്കൾ നാളെ വളരുന്നത് കണ്ടത് തെറ്റാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവിടെ പോയി ഇവർ രണ്ടുപേരും കൂടെ കാണിച്ചു കൂട്ടുന്നതിന് അതിനകത്തേക്ക് മതം കൊണ്ടുവന്ന് വെച്ച് ഒരു നാട്ടിലൊരു വലിയ വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരുതരം സാമൂഹ്യ രോഗത്തെ എല്ലാവരും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും വേണം. പ്രണയിക്കാൻ പോകുന്ന സാമൂഹ്യ വിരുദ്ധനെയും അല്ലെങ്കിൽ സ്വീകരിക്കാൻ പോകുന്ന സാമൂഹ്യ വിരുദ്ധരെയൊക്കെ അവരവർ മനസ്സിലാക്കി അവരവരുടെ അച്ഛനും അമ്മയും വാപ്പായും ഉമ്മയും കൂടെ ചേർന്ന് ഈ പ്രശ്നം അങ്ങ് പരിഹരിക്കേണ്ടതാണ്. സമൂഹത്തിൽ മനുഷ്യർക്ക് ഒരുപാട് വേറെ പ്രയാസങ്ങളുണ്ട്. രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പിന്നെ എന്താ പറയുന്നത്, ജപ്തി, തൊഴിലില്ലായ്മ, ഇതൊക്കെയായിട്ട് നടക്കുമ്പോഴാണ് പ്രണയിച്ചുണ്ടാക്കി അതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി കഴിഞ്ഞ് അത് പിന്നെ മതമാക്കി മറ്റേതാക്കി മറിച്ചേതാക്കി മാറ്റുന്ന ഒരു മോശം പ്രവണത.